തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രികയിൽ ഒരു പ്രഖ്യാപനമുണ്ട്. കോവിഡ് വാക്സിൻ സൗജന്യമായി നൽകുമെന്ന്. ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ഒരു ചോദ്യത്തിന് മുഖ്യമന്ത്രി ഇങ്ങനെ മറുപടി നൽകി. വാക്സിൻ എത്ര കണ്ട് ലഭ്യമാകുമെന്നുള്ളത് വേറെ ചിന്തിക്കേണ്ടതാണ്. പക്ഷേ നൽകുന്ന വാക്സിനൊക്കെ സൗജന്യമായിട്ടായിരിക്കും. അതിനാരിൽ നിന്നും കാശ് ഈടാക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. സൗജന്യമായി തന്നെ വാക്സിൻ വിതരണം ചെയ്യുന്ന നടപടിയാണ് സർക്കാർ സ്വീകരിക്കുക. അതായത് കോവിഡ് പ്രതിരോധത്തിന്റെ തുടർച്ചയായി വാക്സിനും സൗജന്യമായി നൽകുമെന്നാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. കോവിഡിന് സൗജന്യ പരിശോധന, സൗജന്യ ക്വാറന്റൈൻ, സൗജന്യ ചികിത്സ, ഇതിന്റെ തുടർച്ചയായാണ് വാക്സിൻ രാജ്യത്തെത്തുന്ന പക്ഷം കേരളത്തിൽ അത് സൗജന്യമായി നൽകുമെന്ന ധീരമായ പ്രഖ്യാപനം. ലോകത്ത് തന്നെ ഒരു ഭരണാധികാരിയും ഉറപ്പു നൽകാത്ത കാര്യം. ഈ പ്രഖ്യാപനത്തിനെതിരെയാണ് UDF തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം എന്ന് പറഞ്ഞ് ഉറഞ്ഞുതൊള്ളുന്നത്. അപ്പോൾ ഒരു സംശയം, ഒരേ ഒരു കാര്യം, UDF പറയുമ്പോൾ ചട്ടപ്രകാരമാകുകയും മുഖ്യമന്ത്രി പറയുമ്പോൾ ചട്ടലംഘനവും ആകുന്നതെങ്ങനെ? മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ചട്ടലംഘനമാണെന്ന് ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയതിന് പിന്നാലെയാണ് UDF കൺവീനർ MM ഹസൻ ഇതേ വാദം ഉന്നയിക്കുന്നത്. അതെ, ഹസൻ തന്നെ. പാവപ്പെട്ട മനുഷ്യർക്ക് അടച്ചുറപ്പുള്ള വീട് പണിതു നൽകുന്ന ലൈഫ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ UDF അധികാരത്തിലെത്തിയാൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ ഹസൻ തന്നെ. ഹസനും കോൺഗ്രസും അറിഞ്ഞിരിക്കേണ്ട ഒന്നുണ്ട്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളമായിരുന്നു. അതിനുശേഷം ഇന്ത്യ മുഴുവൻ കോവിഡ് പടർന്നു പിടിച്ചിട്ടും കാര്യക്ഷമമായ പ്രവർത്തനത്താൽ ലോക ശ്രദ്ധയിൽ തന്നെ കേരളം ഇടം പിടിച്ചു. സൗജന്യമായ ക്വാറന്റൈനും വിദേശികളെ വേണ്ട വിധത്തിൽ പരിഗണിച്ചും കൂടാതെ കോണ്ടാക്ട് ട്രേസിംഗ് നടത്തി തുടക്കത്തിൽ തന്നെ കോവിഡ് നിയന്ത്രിക്കാനും നമ്മുടെ നാട്ടിലെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞു. ലോക്ക്ഡൌൺ സമയത്ത് ജനങ്ങളെ പട്ടിണിക്കിടാതെ കമ്മ്യൂണിറ്റി കിച്ചൺ നടത്തിയതും മുടങ്ങാതെ കിറ്റുകൾ എത്തിച്ചും ലോകത്തിന് മാതൃകയായി നമ്മുടെ കേരളം. ഇന്ത്യയിൽ കോവിഡ് അതിവേഗം പടരുമ്പോഴും തികഞ്ഞ ലാഘവത്തോടെയാണ് പ്രധാനമന്ത്രി കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്തിയത്. കൈയടിക്കാനും പാത്രം മൂട്ടാനും പറഞ്ഞ പ്രധാനമന്ത്രി മഹാനഗരങ്ങളിലെ അതിഥി തൊഴിലാളികളെ മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് അവരെ തെരുവിൽ ഇറക്കി വിടുകയായിരുന്നു. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളുടെ കോവിഡ് രോഗികളുടെ കണക്കുകൾ പോലും അജ്ഞാതമാണ്. അത്തരത്തിലൊരു രാജ്യത്തെ കുഞ്ഞു സംസ്ഥാനമായ കേരളമാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ ലോക ശ്രദ്ധ നേടിയത്. മഹാമാരിയിൽ ജനങ്ങളോടൊപ്പം നിൽക്കേണ്ട കോൺഗ്രസ് മാസ്ക് ഇല്ലാതെയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയും സമരങ്ങൾ നടത്തി കോവിഡിൽ വരെയും നെറികെട്ട രാഷ്ട്രീയം കലർത്തി. കേരളത്തിൽ കോവിഡ് പടർത്താനും ഈ സർക്കാരിനെ അതുവഴി പ്രതിസന്ധിയിലാക്കുവാനും പ്രതിപക്ഷം ആവോളം ശ്രമിച്ചു. ലോകം മുഴുവൻ പിടിച്ചുലച്ച ആളുകൾ അത്രയും ആകുലതയോടെ മുന്നോട്ടു പോകുന്ന മഹാമാരിക്കാലത്ത് ജനങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ കോവിഡ് വാക്സിനേഷനിലാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ ജനകീയനായ മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ പരിഭ്രാന്തി അകറ്റി കോവിഡ് വാക്സിനേഷൻ കണ്ടുപിടിച്ചാൽ ഉടൻ സൗജന്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാമെന്നല്ലാതെ കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ പോലെ മരുന്ന് ഞങ്ങളുടെ കയ്യിലുണ്ട്, തൃശ്ശൂരിലാണ് ആദ്യം വിതരണം ചെയ്യുക എന്നൊക്കെ വിടുവാത്തരം വിളമ്പാനാകില്ല എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം.